ഹലോ എവരി വൺ, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സി ഷാർപ്പ് ഡു വൈൽ ലൂപ്പാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഫോർ ലൂപ്പ് ഡിസ്കസ് ചെയ്തു, വൈൽ ലൂപ്പ് ഡിസ്കസ് ചെയ്തു. ഇനി നമുക്കൊന്ന് ഡു വൈൽ ലൂപ്പ് ഒന്ന് ഡിസ്കസ് ചെയ്യാം. എന്താണ് ഡു വൈൽ ലൂപ്പ്, എന്താണ് അതിൻ്റെ സിൻറ്റാക്സ്, എക്സാമ്പിൾ, ഔട്ട്പുട്ട്, അങ്ങനെ ഏതൊക്കെ ടൈപ്പുകളാണ് ഡു വൈൽ ലൂപ്പ് ഉള്ളത് എന്നൊക്കെ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ടൊന്ന് നോക്കാം. ആദ്യം തന്നെ നമ്മൾ ഈ ഡു വൈൽ ലൂപ്പ് യൂസ് ചെയ്യുന്നത് എന്തിനാണ്? നമുക്കറിയാം, നമ്മൾ ഫോർ ലൂപ്പും വൈൽ ലൂപ്പൊക്കെ പറഞ്ഞിരുന്നു. എന്തിനാണ് നമ്മൾ ഇത്തരം ലൂപ്പ് തന്നെ യൂസ് ചെയ്യുന്നത്? നമുക്കൊരു പ്രോഗ്രാമിൻ്റെ ഒരു പെർട്ടിക്കുലർ പാർട്ട് സെവറൽ ടൈംസ് ഐട്രേറ്റ് ചെയ്യേണ്ട കേസുകളിലാണ് നമ്മൾ ലൂപ്പ് എന്നുള്ള കോൺസെപ്റ്റ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത്തരം കേസിൽ ഇപ്പോൾ നമ്പർ ഓഫ് ഐട്രേഷൻ ഫിക്സ്ഡ് അല്ല എങ്കിൽ, അതായത് ഇത്ര ടൈം വരെ ഉള്ളൂ എന്ന് ഫിക്സ്ഡ് അല്ല എങ്കിൽ, അതുപോലെ തന്നെ ലൂപ്പ് ഒരു വട്ടം അറ്റ്ലീസ്റ്റ് വൺസ് എന്തായാലും നമുക്ക് എക്സിക്യൂട്ട് ചെയ്യേണ്ട കേസുകളിൽ നമ്മൾ യൂസ് ചെയ്യുന്നതാണ്, അല്ലെങ്കിൽ നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നതാണ് ഈ ഡു വൈൽ ലൂപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും ഒരു പ്രാവശ്യം എന്തായാലും ലൂപ്പ് ഒന്ന് എക്സിക്യൂട്ട് ചെയ്യണം, പക്ഷേ നമ്പർ ഓഫ് ഐട്രേഷൻ ഫിക്സ്ഡ് അല്ല. അങ്ങനത്തെ കേസുകളിലാണ് നമ്മൾ ഡു വൈൽ ലൂപ്പ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ സി ഷാർപ്പിനകത്ത് ഡു വൈൽ ലൂപ്പ് എന്തായാലും അറ്റ്ലീസ്റ്റ് വൺസ് എക്സിക്യൂട്ട് ചെയ്യും. കാരണം കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നത് ഈ ലൂപ്പ് ബോഡിക്ക് ശേഷമാണ്. ഓക്കെ, അപ്പോൾ എന്താണ് ഡു വൈൽ ലൂപ്പ് എന്നുള്ളത് മനസ്സിലായിട്ടുണ്ടാവും. നമുക്ക് നമ്പർ ഓഫ് ഐട്രേഷൻ ഫിക്സ്ഡ് അല്ലാത്ത കേസ്, അതുപോലെ തന്നെ അറ്റ്ലീസ്റ്റ് വൺസ് നമുക്ക് ആ ലൂപ്പ് ഒന്ന് എക്സിക്യൂട്ട് ചെയ്യേണ്ട കേസ്, അത്തരം കേസുകളാണ് നമ്മൾ ഡു വൈൽ ലൂപ്പ് യൂസ് ചെയ്യുന്നത്. ഞാൻ അതിൻ്റെ സിൻറ്റാക്സ് എന്താണെന്ന് നോക്കാം. ഡു, പിന്നെ കേളി ബ്രേസ് സ്റ്റാർട്ട് ചെയ്യും, കോഡ് ടു ബി എക്സിക്യൂട്ടഡ്. നമുക്ക് എന്ത് കോഡാണ് എക്സിക്യൂട്ട് ചെയ്യുള്ളത് അതാണ് അവിടെ കൊടുക്കുക. പിന്നെ വൈൽ എന്ന കണ്ടീഷൻ കൊടുക്കും. എന്താണ് കണ്ടീഷൻ? നമുക്ക് ഓരോ പ്രോഗ്രാമിനനുസരിച്ച് കണ്ടീഷൻ ഡിഫറെൻ്റ് ആയിരിക്കും. പിന്നെ സെമി കോളൻ. ഇങ്ങനെയാണ് അതിൻ്റെ സിൻറ്റാക്സ്. ഇനി നമുക്കതിൻ്റെ ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷൻ നോക്കാം. എങ്ങനെയാണ് വരുന്നത്? ആദ്യം ഡു വരും, പിന്നെ സ്റ്റേറ്റ്മെൻറ്റ് എന്താണോ അത് വരും, എന്നിട്ട് കണ്ടീഷനിലേക്ക് പോകും, കണ്ടീഷൻ ചെക്ക് ചെയ്യും. കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ വീണ്ടും നമ്മളുടെ സ്റ്റേറ്റ്മെൻറ്റ് എന്താണോ അത് എക്സിക്യൂട്ട് ചെയ്യും. അതല്ല കണ്ടീഷൻ ഫാൾസ് ആണെങ്കിൽ ആ കണ്ടീഷന് എക്സിറ്റ് അടിച്ച് പോരും. അതല്ല ട്രൂ ആണെങ്കിൽ പിന്നെയും റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും ഐട്രേഷൻ. അങ്ങനെയാണ് അതിനകത്ത് പ്രോസസ്സ് നടക്കുന്നത്. ഇനി നമ്മളുടെ കോഡിങ്ങിലേക്ക് വരുമ്പോൾ യൂസിങ് സിസ്റ്റം, പബ്ലിക് ക്ലാസ് ഡു വൈൽ എക്സാമ്പിൾ, പബ്ലിക് സ്റ്റാറ്റ് വോയിഡ് മെയിൻ സ്ട്രിംഗ് ആർഗ്യുമെൻറ്റ്സ് ഇൻ ഐ ഈക്വൽ ടു 1, ഡു കൺസോൾ റൈറ്റ് ലൈൻ i++ വൈൽ i ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10. ഇവിടെ നമ്മളുടെ മെയിൻ ഫംഗ്ഷനിലേക്ക് വരുമ്പോൾ, മറ്റേതൊക്കെ നമ്മൾ സെപ്പറേറ്റ് വീഡിയോസ് ചെയ്തതായതുകൊണ്ട് നമ്മൾ പിന്നെയും റിപ്പീറ്റ് അടിക്കുന്നില്ല. നമ്മൾ മെയിൻ ഫംഗ്ഷനിലേക്ക് വരുമ്പോൾ അതിന് നമ്മൾ ഇനീഷ്യലൈസ് ചെയ്യുക എന്നുള്ള പ്രോസസ്സാണ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ ഐന് 1 കൊടുത്തു, പിന്നെ നമ്മളുടെ ഡു ഓപ്പറേഷൻ ചെയ്യാണ്. അതിനകത്ത് എന്താണ്? കൺസോൾ റൈറ്റ് ലൈൻ ഐ ആണ്. അപ്പോൾ ഐയിലുള്ള വാല്യൂ എന്താണോ അത് പ്രിൻറ്റ് ചെയ്യുകയാണ് ഇവിടെ ചെയ്യേണ്ടത്. അത് ചെയ്തു. എന്നിട്ട് അപ്പോൾ ഒരു വട്ടം എന്തായാലും എക്സിക്യൂഷൻ നടന്നല്ലോ, അതുകൊണ്ടാണ് നമ്മൾ ആ റൈറ്റ് ലൈൻ ആദ്യം തന്നെ ചെയ്തത്. പിന്നെ അതിന് ശേഷം നമ്മൾ ഒരു ഇൻക്രിമെൻ്റ് ഓപ്പറേഷനാണ് ഈ പ്രോഗ്രാമിനകത്ത് ചെയ്യുന്നത്, i++. അതിന് ശേഷം ഐ എത്രയാണെന്ന് നോക്കുക, അതായത് കണ്ടീഷൻ ചെക്ക് ചെയ്യുക. ഐ ഇപ്പോൾ i++ ചെയ്യുമ്പോൾ 1 ഉള്ള 2 ആയിട്ടുണ്ടാവും. അപ്പോൾ 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10 ആണോ നോക്കുക. ആണെങ്കിൽ വീണ്ടും ഡു ആണ് നമ്മളുടെ പ്രിൻ്റ് ഓഫ്, അതായത് റൈറ്റ് ലൈൻ ആണ് ആ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യുക. ഏതുവരെ? വൈൽ ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10 എന്നുള്ളത് ഫാൾസ് ആവുന്നത് വരെ ഈ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യുക. ഫാൾസ് ആവുന്നത് കൂടി എക്സിറ്റ് അടിച്ച് പോരും. അവിടെ ഈ കേസിൽ എങ്ങനെയാണ്? 10 വരെ എക്സിക്യൂഷൻ നടക്കും. 10 കഴിഞ്ഞാൽ പിന്നെ എക്സിക്യൂഷൻ ഫാൾസ് ആവും, അപ്പോൾ എക്സിറ്റ് അടിച്ച് പോരും. ഇതാണ് അതിൻ്റെ ഔട്ട്പുട്ട് വരുന്നത്. 1 2 3 4 5 6 7 8 9 10 ഇത്രയാണ് വരിക. 10 ആയി കഴിഞ്ഞാൽ ഇതിന് എക്സിറ്റ് അടിച്ച് പോരും കേട്ടോ. ഇനി നെക്സ്റ്റ് ഡു വൈൽ ലൂപ്പാണ്. അതായത് നമുക്കൊരു ഡു വൈൽ ലൂപ്പിൻ്റെ ഇൻസൈഡായിട്ട് മറ്റൊരു ഡു വൈൽ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യാൻ കഴിയും. ഇതിനെയാണ് നെക്സ്റ്റ് ഡു വൈൽ ലൂപ്പ് എന്ന് പറയാം. ഈ നെക്സ്റ്റ് ഡു വൈൽ ലൂപ്പ്, അതായത് നമ്മുടെ ഇന്നർ ഡു വൈൽ ലൂപ്പ്, ഓരോ വട്ടം ഔട്ടർ ഡു വൈൽ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യുമ്പോഴും ഫുള്ളി എക്സിക്യൂഷൻ നടക്കും. അതായത് ഔട്ടർ ലൂപ്പ് ഒരു വട്ടം എക്സിക്യൂട്ട് ചെയ്യുന്നതോടുകൂടി അതിനകത്തുള്ള ഇന്നർ ലൂപ്പ് 1 2 3 ആണ് എത്ര ടൈമാണോ ഐട്രേറ്റ് ചെയ്യേണ്ടത് അത്രയും ടൈം എക്സിക്യൂട്ട് ചെയ്യും. അതേപോലെ തന്നെ നെക്സ്റ്റ് ടൈം പിന്നെയും ഔട്ടർ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ഇന്നർ ലൂപ്പ് വീണ്ടും ഫുള്ളി എക്സിക്യൂഷൻ നടക്കും. അതങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പോകും. ഇവിടെ നമുക്ക് എക്സാമ്പിൾ കാണുമ്പോൾ മനസ്സിലാകും. യൂസിങ് സിസ്റ്റം, പബ്ലിക് ക്ലാസ് ഡു വൈൽ എക്സാമ്പിൾ, പബ്ലിക് സ്റ്റാറ്റ് വോയിഡ് മെയിൻ സ്ട്രിംഗ് ആർഗ്യുമെൻറ്റ്സ് ഇൻറ്റ് ഐ ഈക്വൽ ടു 1, ഡു ഇൻറ്റ് ജെ ഈക്വൽ ടു 1. ആദ്യം തന്നെ നമ്മൾ മെയിൻ ഫംഗ്ഷനകത്ത് ഐ എണ്ണൊന്ന് ഇനീഷ്യലൈസ് ചെയ്തു. പിന്നെ നമ്മളുടെ ഇന്നർ ലൂപ്പിലേക്ക് വന്നു, ഡു ഇൻറ്റ് ജെ
ഡു ഇൻറ്റ് ജെ ഈക്വൽ ടു 1, അതാണ് നമ്മുടെ ഔട്ടർ ലൂപ്പ്. അപ്പോൾ ഡൂക്കകത്ത് നമ്മൾ ജെയും ഇനീഷ്യലൈസ് ചെയ്തു. പിന്നെ നമ്മൾ നമ്മുടെ ഇന്നർ ലൂപ്പിലേക്ക് ഒന്ന് ഡു കൺസോൾ റൈറ്റ് ലൈൻ ജെ പ്ലസ് പ്ലസ് വൈൽ ജെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3. അപ്പോൾ അതാണ് അതിൻ്റെ ഇന്നർ ഡു വൈൽ ലൂപ്പ്. അതിനുശേഷം നമ്മൾ ഐ പ്ലസ് പ്ലസ് ചെയ്തു, അതായത് ഔട്ടർ ലൂപ്പ് ഇൻക്രിമെൻറ്റ് ചെയ്തു. എന്നിട്ട് ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 എന്ന് അങ്ങനെ ചെക്ക് ചെയ്തു. ആ ട്രൂ ആണെങ്കിൽ വീണ്ടും ഈ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെയാണ് ഇതിനകത്ത് എക്സിക്യൂഷൻ നടക്കുന്നത്. അപ്പോൾ നമുക്ക് എക്സാമ്പിൾ കണ്ടാൽ മനസ്സിലാവും. 1 1 1 2 1 3 അതാണ് ഫസ്റ്റ് ലെയർ ഓഫ് എക്സിക്യൂഷൻ. അതായത് ഫസ്റ്റ് ടൈം നമ്മളുടെ ഔട്ടർ ലൂപ്പ് ഒരു വട്ടം എൻ്റർ അടിച്ചപ്പോഴാണ് ഈ 1 വന്നത്. 1-നകത്ത് കയറിയിട്ട് പിന്നെ ഇന്നർ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യുന്നതാണ് ഈ 1 2 3 ആണ് വരുന്നത്. പിന്നെ നെക്സ്റ്റ് ടൈം നമ്മുടെ ഔട്ടർ ലൂപ്പ് എക്സിക്യൂഷൻ നടക്കുന്നതാണ് 2 2 2. അതിൻ്റെ അകത്തുള്ള ഇന്നർ ലൂപ്പാണ് ഈ 1 2 3. പിന്നെ 3 3 3 ആണ് ഔട്ടർ ലൂപ്പ്, 1 2 3 ആണ് ഇന്നർ ലൂപ്പ്. അങ്ങനെയാണ് എക്സിക്യൂഷൻ കണ്ടിന്യൂ ചെയ്യുക കേട്ടോ. ഇത് പല രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ കഴിയും. ഇവിടെ ഈ ഒരു പ്രോഗ്രാമിൽ ഇങ്ങനെയാണ് അതിൻ്റെ ലോജിക്ക് കിടക്കുന്നത്. ഇനി നമ്മുടെ ഇൻഫിനൈറ്റ് ഡു വൈൽ ലൂപ്പാണ്. നമ്മൾ വൈൽ ലൂപ്പിനകത്തും ഒരു ഇൻഫിനൈറ്റ് ടൈപ്പിനെ പറഞ്ഞിരുന്നു. അതായത് നമ്മൾ ഈ കണ്ടീഷനകത്ത് ട്രൂ എന്ന് പറഞ്ഞ വാല്യൂ പാസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ലൂപ്പ് ഇൻഫിനൈറ്റ് ആയിട്ട് എക്സിക്യൂഷൻസ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും. അപ്പോൾ വൈൽ ലൂപ്പിനകത്തും ട്രൂ എന്നുള്ളതിന് നമ്മൾ പാസ് ചെയ്ത് കൊടുത്തിരുന്നത്. പക്ഷേ ഫോർ ലൂപ്പിനകത്ത് അങ്ങനെ ആയിരുന്നില്ല. ഫോർ ലൂപ്പിനകത്ത് നമ്മൾ 2 സെമികോൾ ഇട്ട് കൊടുക്കുകയാണ് ചെയ്തിരുന്നത്. ഡു വൈൽ ലൂപ്പിനകത്ത് വൈൽ ലൂപ്പിനെ പോലെ തന്നെ എന്താണ് ട്രൂ എന്ന് പാസ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ നമുക്ക് യൂസിങ് സിസ്റ്റം, പബ്ലിക് ക്ലാസ്, വൈൽ എക്സാമ്പിൾ, പബ്ലിക് സ്റ്റാറ്റിക് വോയിഡ് മെയിൻ, സ്ട്രിങ് ആർഗ്യുമെൻറ്റ്സ് എന്നൊക്കെ പറഞ്ഞ് മെയിൻ ഫംഗ്ഷനിലേക്ക് കടന്നു. ഡു കൺസോൾ റൈറ്റ് ലൈൻ ഇൻഫിനൈറ്റ് ഡു വൈൽ ലൂപ്പ്, അതാണ് നമുക്ക് പ്രിൻറ്റ് ചെയ്യാനുള്ളത്. പിന്നെന്താണ് വൈൽ എന്ന കണ്ടീഷനകത്ത് നമ്മൾ ട്രൂ എന്ന് പാസ് ചെയ്തു. അതോടുകൂടി പിന്നെ ഇൻഫിനൈറ്റ് ആയിട്ട് അതങ്ങനെ എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, അതാണ് ഇതിനകത്ത് നടക്കുന്നത്. അപ്പോൾ ഔട്ട്പുട്ട് എന്താണ് വരുന്നത്? ഇൻഫിനിറ്റി ഡു വൈൽ ലൂപ്പ്, ഇൻഫിനൈറ്റ് ഡു വൈൽ ലൂപ്പ് അങ്ങനെ റിപ്പീറ്റ് അടിച്ച് വരും. ഏത് വരെ? Ctrl+C അടിക്കുന്നത് വരെ. Ctrl+C അടിക്കുന്നതോട് കൂടി മാത്രമേ ഇത് എക്സിറ്റ് അടിച്ച് പോരുള്ളൂ. ഇത്രയാണ് നമുക്ക് നമ്മളുടെ ഡു വൈൽ ലൂപ്പിനെ കുറിച്ച് പറയാനുള്ളത്. C# പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനകത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കോൺസെപ്റ്റാണിത്. ലൂപ്പിനെ കുറിച്ച് നമ്മൾ മുന്നേ പറഞ്ഞതാണ്. നമുക്കൊരു പെർട്ടിക്കുലർ പാർട്ട് സെവറൽ ടൈംസ് ഐട്രേറ്റ് ചെയ്യേണ്ട കേസുകളിലാണ് നമ്മൾ ഈ ലൂപ്പുകൾ യൂസ് ചെയ്യുന്നത്. ലൂപ്പ് തന്നെ ഫോർ ലൂപ്പ് ഉണ്ട്, വൈൽ ലൂപ്പ് ഉണ്ട്, ഡു വൈൽ ലൂപ്പൊക്കെ ഉണ്ട്. അപ്പോൾ അതിനകത്ത് ഫോർ ലൂപ്പും അതിൻ്റെ ടൈപ്സൊക്കെ നമ്മളൊരു വീഡിയോയിൽ ചെയ്തിരുന്നു. പിന്നെ വൈൽ ലൂപ്പും അതിൻ്റെ ടൈപ്സൊക്കെ നമ്മൾ വേറൊരു വീഡിയോയിൽ ചെയ്തിരുന്നു. ഇവിടെ ഈ കേസിൽ വരുന്നത് നമ്മൾ ഡു വൈൽ ലൂപ്പാണ്. അപ്പോൾ അതിൻ്റെ ടൈപ്സൊക്കെ നമ്മൾ പറഞ്ഞു, ഓരോന്നിൻ്റെയും എക്സാമ്പിൾസ് നമ്മൾ പറഞ്ഞു, ഔട്ട്പുട്ട് എങ്ങനെയാണെന്നൊക്കെ വരികയെന്ന് പറഞ്ഞു. ഡു വൈൽ ലൂപ്പ് ഏത് കേസുകളാണ് നമ്മൾ യൂസ് ചെയ്യുകയെന്ന് പറഞ്ഞത്? നമ്പർ ഓഫ് ഐട്രേഷൻ ഫിക്സ്ഡ് ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ നമുക്ക് ആ ലൂപ്പ് അറ്റ്ലീസ്റ്റ് വൺസ് എങ്കിലും ചെയ്യേണ്ട കേസുകളിലാണ് നമ്മൾ ഈ ഡു വൈൽ ലൂപ്പ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ കോൺസെപ്റ്റ് എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.